ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് നേച്ചറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് പീസ് ലില്ലി എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. സ്പാറ്റിഫൈലം എന്ന് വേറൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് ഇൻഡോറിന് ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ്. കാരണം നമ്മുടെ റൂം എയർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. പിന്നെ അതുപോലെ തന്നെ ഈ പീസ് ലില്ലി കാണാൻ നല്ല ഭംഗിയാണ്. കാരണം വൈറ്റ് കളറിലെ ഫ്ലവർ ആണ് അതിനുള്ളത്. അപ്പോ നമ്മളെപ്പോഴും പറയൂലോ, വൈറ്റ് കളർ അതായത് പീസ് സമാധാനത്തിന്റെ ഒരു കളറാണ്. അത് കാരണം ഈ പ്ലാന്റിന്റെ ഫ്ലവറും വൈറ്റ് കളറാണ്. അത് കാരണം ഇതിനെ പീസ് ലില്ലി എന്ന് വിളിക്കുന്നു. ഒരു ലില്ലി പ്ലാന്റ്, പക്ഷെ പീസ് അതായത് സമാധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സമാധാനം ഇല്ലാത്തവരൊക്കെ നമുക്ക് മേടിച്ചു വെക്കാം വീട്ടിലെ ഈ പ്ലാന്റ്. പിന്നെ ഈ പ്ലാന്റിന്റെ കെയർ എളുപ്പമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ കൂടുതൽ പേര് എന്നോട് കംപ്ലൈന്റ് ഞാൻ കേട്ടോക്കുന്നത് ലീഫ് ടിപ്പ് ബ്രൗൺ ആവുന്നതാണ് ഓൾമോസ്റ്റ് പിന്നെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലീഫ് എല്ലാം താഴോട്ട് കെടുക്കണു, അതായത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ കോമൺ ആയി കേൾക്കുന്ന പ്രശ്നങ്ങൾ. അതിനെല്ലാം സൊല്യൂഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് ഈ വീഡിയോ കാണണം. ഫസ്റ്റ് ഈ പ്ലാന്റിനെ സൺലൈറ്റ്, അതായത് നല്ല ബ്രൈറ്റ് സൺലൈറ്റ്, ഇൻഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് ലൈറ്റ് കിട്ടുന്ന വിൻഡോ സൈഡൊക്കെ ഈ പ്ലാന്റ് വെക്കാം. പക്ഷെ നമുക്ക് ഇത് പുറത്ത് ഔട്ട്ഡോർ നല്ല സൺലൈറ്റിന്റെ അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ആകെ കരിഞ്ഞു പോകും. അപ്പോ അകത്ത് വെക്കുമ്പോൾ നല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാം. അടുത്തത് ടെമ്പറേച്ചർ. ഒരു 20 തൊട്ടിട്ട് 28 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ പ്ലാന്റ് സർവൈവ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് റൂമിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. അപ്പോൾ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ നമുക്ക് പെബിൾസ് ട്രേ മെത്തേഡ്, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം പല വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് പെബിൾസ് ട്രേ മെത്തേഡ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റിംഗ് മെത്തേഡ്, പിന്നെ ഹ്യൂമിഡിഫയർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്നും ഞാൻ എന്റെ പീസ് ലില്ലി അല്ല മിക്ക ഓൾമോസ്റ്റ് പ്ലാന്റിൽ ഞാൻ മിസ്റ്റിംഗ് മെത്തേഡ് ചെയ്യും. അതായത് വാട്ടർ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ലീഫിന്. അപ്പൊ ഒരു ഹ്യൂമിഡിറ്റി, ഒരു ഈർപ്പം കിട്ടും പ്ലാന്റിന്. അപ്പൊ അത് ലീഫ് ടിപ്പ് ബ്രൗൺ ആവുന്നത് തടയാനുള്ള ഒരു മാർഗമാണ്. ഇനി അടുത്തത് വാട്ടറിങ്. സോയില് ഡ്രൈ ആവുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാം. എപ്പോഴും നമ്മുടെ സോയില്, ഈ പ്ലാന്റ് സോയില് മോയിസ്റ്റ് ആക്കിയിട്ട് വെക്കണം. അത് വെച്ചിട്ട് നമ്മൾ ആകെ വെള്ളം നനഞ്ഞ് കുതിർന്ന് അങ്ങനെ വെക്കാനും പാടില്ല. സോഗി ടൈപ്പിൽ വെക്കാൻ പാടില്ല. പിന്നെ വെള്ളം കുറവ് കൊടുത്താൽ പ്രശ്നമാണ്. അപ്പൊ പീസ് ലില്ലിക്ക് ഇങ്ങനെ ഭംഗിയിലൊന്നും നിൽക്കില്ല, ഇങ്ങനെ കരയുന്ന പോലെ നമുക്ക് തോന്നും. അതായത് വാടി തളർന്ന് ഇങ്ങനെ ഇലകളൊക്കെ താഴോട്ട് വീണ് കിടക്കും. അതെന്താന്ന് വെച്ചാൽ വെള്ളം കുറവ് കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഹ്യൂമിഡിറ്റി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ പ്ലാന്റ് സോയില്, നമ്മൾ ഈ പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഏതൊരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ നല്ല ഹോളുള്ള നല്ല പോട്ട് എടുക്കണം. ആ പോട്ടിനനുസരിച്ച് 70% മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ്, പിന്നെ 30% കോക്കോപീറ്റ് അല്ലെങ്കിൽ പെട്മോസ്. ഈ മിക്സർ ആണ് ഞാൻ പീസ് ലില്ലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പീസ് ലില്ലി ഫ്ലവർ പോകുമ്പോൾ ആൾക്കാർ കുറെ പേര് ചോദിക്കുന്നതാണ്, ഫ്ലവർ പോയി വരുമോ, അതായത് തിരിച്ച് നമുക്ക് ഫ്ലവർ കിട്ടുമോ എന്നോട് ചോദിക്കാറുണ്ട്. എന്റെ എക്സ്പീരിയൻസില് വിന്റർ ടൈമില് എന്റെ ഫ്ലവർ പോയ പ്ലാന്റുകളൊക്കെ ഞാൻ ഫ്ലവർ എല്ലാം പോയ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് റീപോർട്ട് ചെയ്തിട്ട് ഞാൻ വിന്റർ ടൈമില് നല്ല കൂളുള്ള ടൈമില് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഒരു 25 ആ റേഞ്ച്, 25-26 ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ ഞാൻ പുറത്ത് വെക്കാറുണ്ട് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത്. എന്നിട്ട് എനിക്ക് ഫ്ലവർ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അകത്ത് വെച്ചിട്ടാണെങ്കിലും ഫ്ലവർ വരുമെന്ന് കുറെ പേര് സംശയം ചോദിക്കാറുണ്ട്. അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ, അതായത് ഒരു 90-95% ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം ഈ പ്ലാന്റിന്. അതുപോലെ തന്നെ നമ്മുടെ റൂം കൂള് 20-24 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ് വീണ്ടും ഫ്ലവർ വരും ഇൻഡോറിൽ. പിന്നെ ഇതിന്റെ പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ ലീവ്സ് ഒക്കെ ഡ്രൂപ്പ് ആവും, അതായത് താഴെ ഇങ്ങനെ വീണ് കിടക്കുക. അതെന്താന്ന് വെച്ചാല് നമ്മൾ വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടുണ്ട്. അങ്ങനെ കണ്ട് നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് കുറച്ച് നമുക്ക് നോക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ലീഫ് നിൽക്കണം കാണാം. പിന്നെ അടുത്തത് ലീഫിന്റെ ടിപ്പ് ബ്രൗൺ ആവുക. ഈ ലീഫിന്റെ ടിപ്പ് ബ്രൗൺ ആവുന്നത് ഹ്യൂമിഡിറ്റി കുറവ് കാരണമാണ്. അപ്പൊ നമ്മൾ ഹ്യൂമിഡിറ്റി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ റൂം കൂളില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ ഈ പ്ലാന്റ് സർവൈവ് ചെയ്യാൻ 22-28 ഡിഗ്രി സെൽഷ്യസ് മതി. അപ്പൊ നമ്മൾ ആ റൂം ടെമ്പറേച്ചർ കൊടുക്കാം. പിന്നെ ഓവർ വാട്ടറിങ് കാരണം ഈ പ്ലാന്റിന്റെ ലീഫ് യെല്ലോ കളർ ആവും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെള്ളം കൊടുക്കുക, അതായത് മോയിസ്റ്റ് ആക്കിയിട്ട് വെക്കാം. പക്ഷെ വെള്ളം നന്നായി നിറഞ്ഞ് ആകെ സോഗി ആക്കിയിട്ട് വെക്കാനും പാടില്ല. പ്രൊപ്പഗേഷൻ, ഇതിന്റെ പ്രൊപ്പഗേഷൻ റൂട്ട്
അതായത് റൂട്ട് ഡിവിഷൻ മെത്തേഡ്. അതായത് ഈ പ്ലാന്റ് നമ്മൾ പിരിച്ചിട്ട് വേരോട് കൂടി പിരിച്ച് വേറെ പോട്ടിലേക്ക് വെച്ച് വളർത്തിയെടുക്കുകയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലാന്റിന്റെ വീഡിയോ ഇഷ്ടമായാല് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എന്തായാലും വിലയേറിയ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും എനിക്ക് സജഷൻ ആയിട്ട് എഴുതണം. പിന്നെ കുറെ പേര് എനിക്ക് കമന്റ്സ് അയക്കുന്നുണ്ട്, മെസ്സേജുകൾ ചോദിച്ചിട്ട്. ഞാൻ സമയം എടുത്തിട്ടാണെങ്കിൽ ഞാൻ എല്ലാവരുടെ മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് നേച്ചറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് പീസ് ലില്ലി എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. സ്പാറ്റിഫൈലം എന്ന് വേറൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് ഇൻഡോറിന് ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ്. കാരണം നമ്മുടെ റൂം എയർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. പിന്നെ അതുപോലെ തന്നെ ഈ പീസ് ലില്ലി കാണാൻ നല്ല ഭംഗിയാണ്. കാരണം വൈറ്റ് കളറിലെ ഫ്ലവർ ആണ് അതിനുള്ളത്. അപ്പോ നമ്മളെപ്പോഴും പറയൂലോ, വൈറ്റ് കളറ് അതായത് സമാധാനത്തിന്റെ ഒരു കളറാണ്. അത് കാരണം ഈ പ്ലാന്റിന്റെ ഫ്ലവറും വൈറ്റ് കളറാണ്. അത് കാരണം ഇതിനെ പീസ് ലില്ലി എന്ന് വിളിക്കുന്നു. ഒരു ലില്ലി പ്ലാന്റ്, പക്ഷെ പീസ് അതായത് സമാധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സമാധാനം ഇല്ലാത്തവരൊക്കെ നമുക്ക് മേടിച്ചു വെക്കാം വീട്ടിലെ ഈ പ്ലാന്റ്. പിന്നെ ഈ പ്ലാന്റിന്റെ കെയർ എളുപ്പമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ കൂടുതൽ പേര് എന്നോട് കംപ്ലൈന്റ് ഞാൻ കേട്ടോക്കുന്നത് ലീഫ് ടിപ്പ് ബ്രൗൺ ആവുന്നതാണ് ഓൾമോസ്റ്റ് പിന്നെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലീഫ് എല്ലാം താഴോട്ട് കെടുക്കണു, അതായത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ കോമൺ ആയി കേൾക്കുന്ന പ്രശ്നങ്ങൾ. അതിനെല്ലാം സൊല്യൂഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് ഈ വീഡിയോ കാണണം. ഫസ്റ്റ് ഈ പ്ലാന്റിനെ സൺലൈറ്റ്, അതായത് നല്ല ബ്രൈറ്റ് സൺലൈറ്റ്, ഇൻഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് ലൈറ്റ് കിട്ടുന്ന വിൻഡോ സൈഡ് ഒക്കെ ഈ പ്ലാന്റ് വെക്കാം. പക്ഷെ നമുക്ക് ഇത് പുറത്ത് ഔട്ട്ഡോർ നല്ല സൺലൈറ്റിന്റെ അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ആകെ കരിഞ്ഞു പോകും. അപ്പോ അകത്ത് വെക്കുമ്പോൾ നല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാം. അടുത്തത് ടെമ്പറേച്ചർ. ഒരു 20 തൊട്ടിട്ട് 28 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ പ്ലാന്റ് സർവൈവ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് റൂമിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. അപ്പോൾ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ നമുക്ക് പെബിൾസ് ട്രേ മെത്തേഡ്, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം പല വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് പെബിൾസ് ട്രേ മെത്തേഡ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റിംഗ് മെത്തേഡ്, പിന്നെ ഹ്യൂമിഡിഫയർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്നും ഞാൻ എന്റെ പീസ് ലില്ലി അല്ല മിക്ക ഓൾമോസ്റ്റ് പ്ലാന്റിൽ ഞാൻ മിസ്റ്റിംഗ് മെത്തേഡ് ചെയ്യും. അതായത് വാട്ടർ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ലീഫിന്. അപ്പൊ ഒരു ഹ്യൂമിഡിറ്റി, ഒരു ഈർപ്പം കിട്ടും പ്ലാന്റിന്. അപ്പൊ അത് ലീഫ് ടിപ്പ് ബ്രൗൺ ആവുന്നത് തടയാനുള്ള ഒരു മാർഗമാണ്. ഇനി അടുത്തത് വാട്ടറിങ്. സോയില് ഡ്രൈ ആവുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാം. എപ്പോഴും നമ്മുടെ സോയില്, ഈ പ്ലാന്റിന് സോയില് മോയ്സ്റ്റ് ആക്കിയിട്ട് വെക്കണം. അത് വെച്ചിട്ട് നമ്മൾ ആകെ വെള്ളം നനഞ്ഞ് കുതിർന്ന് അങ്ങനെ വെക്കാനും പാടില്ല, സോഗി ടൈപ്പിൽ വെക്കാൻ പാടില്ല. പിന്നെ വെള്ളം കുറവ് കൊടുത്താൽ പ്രശ്നമാണ്. അപ്പൊ പീസ് ലില്ലിക്ക് ഇങ്ങനെ ഭംഗിയിലൊന്നും നിൽക്കില്ല, ഇങ്ങനെ കരയുന്ന പോലെ നമുക്ക് തോന്നാം. അതായത് വാടി തളർന്ന് ഇങ്ങനെ ഇലകളൊക്കെ താഴോട്ട് വീണ് കിടക്കും. അതെന്താന്ന് വെച്ചാൽ വെള്ളം കുറവ് കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഹ്യൂമിഡിറ്റി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ പ്ലാന്റ് സോയില്, നമ്മൾ ഈ പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഏതൊരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ നല്ല ഹോളുള്ള നല്ല പോട്ട് എടുക്കണം. ആ പോട്ടിനനുസരിച്ച് 70% മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ്, പിന്നെ 30% കോക്കോപീറ്റ് അല്ലെങ്കിൽ പെട്മോസ്. ഈ മിക്സറാണ് ഞാൻ പീസ് ലില്ലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പീസ് ലില്ലിയെ ഫ്ലവർ പോകുമ്പോൾ ആൾക്കാർ കുറെ പേര് ചോദിക്കുന്നതാണ്, ഫ്ലവർ പോയി വരുമോ, അതായത് തിരിച്ച് നമുക്ക് ഫ്ലവർ കിട്ടുമോ എന്നോട് ചോദിക്കാറുണ്ട്. എന്റെ എക്സ്പീരിയൻസിൽ വിന്റർ ടൈമില് എന്റെ ഫ്ലവർ പോയ പ്ലാന്റുകളൊക്കെ ഞാൻ ഫ്ലവർ എല്ലാം പോയ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് റീപോർട്ട് ചെയ്തിട്ട് ഞാൻ വിന്റർ ടൈമില് നല്ല കൂളുള്ള ടൈമില് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഒരു 25 ആ റേഞ്ച്, 25-26 ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ ഞാൻ പുറത്ത് വെക്കാറുണ്ട് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത്. എന്നിട്ട് എനിക്ക് ഫ്ലവർ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അകത്ത് വെച്ചിട്ടാണെങ്കിലും ഫ്ലവർ വരുമെന്ന് കുറെ പേര് സംശയം ചോദിക്കാറുണ്ട്. അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ, അതായത് ഒരു 90-95% ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം ഈ പ്ലാന്റിന്. അതുപോലെ തന്നെ നമ്മുടെ റൂം കൂള് 20-24 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ് വീണ്ടും ഫ്ലവർ വരും ഇൻഡോറിൽ. പിന്നെ ഇതിന്റെ പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ ലീവ്സ് ഒക്കെ ഡ്രൂപ്പ് ആവും, അതായത് താഴെ ഇങ്ങനെ വീണ് കിടക്കുക.
അതെന്താണെന്ന് വെച്ചാല് നമ്മൾ വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടുണ്ട്. അങ്ങനെ കണ്ട് നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് കുറച്ച് നമുക്ക് നോക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ലീഫ് നിൽക്കണം കാണാം. പിന്നെ അടുത്തത് ലീഫിന്റെ ടിപ്പ് ബ്രൗൺ ആവുക. ഈ ലീഫിന്റെ ടിപ്പ് ബ്രൗൺ ആവുന്നത് ഹ്യൂമിഡിറ്റി കുറവ് കാരണമാണ്. അപ്പൊ നമ്മൾ ഹ്യൂമിഡിറ്റി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ റൂം കൂളില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ ഈ പ്ലാന്റ് സർവൈവ് ചെയ്യാൻ 20 to 28 ഡിഗ്രി സെൽഷ്യസ് മതി. അപ്പൊ നമ്മൾ ആ റൂം ടെമ്പറേച്ചർ കൊടുക്കാം. പിന്നെ ഓവർ വാട്ടറിങ് കാരണം ഈ പ്ലാന്റിന്റെ ലീഫ് യെല്ലോ കളർ ആവും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെള്ളം കൊടുക്കുക. അതായത് മോയിസ്റ്റ് ആക്കിയിട്ട് വെക്കാം, പക്ഷെ വെള്ളം നന്നായി നിറഞ്ഞ് ആകെ സോഗി ആക്കിയിട്ട് വെക്കാനും പാടില്ല. പ്രൊപ്പഗേഷൻ, ഇതിന്റെ പ്രൊപ്പഗേഷൻ റൂട്ട് അതായത് റൂട്ട് ഡിവിഷൻ മെത്തഡ്. അതായത് ഈ പ്ലാന്റ് നമ്മൾ പിരിച്ചിട്ട് വേരോട് കൂടി പിരിച്ച് വേറെ പോട്ടിലേക്ക് വെച്ച് വളർത്തിയെടുക്കുകയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലാന്റിന്റെ വീഡിയോ ഇഷ്ടമായാല് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എന്തായാലും വിലയേറിയ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും എനിക്ക് സജഷൻ ആയിട്ട് എഴുതണം. പിന്നെ കുറെ പേര് എനിക്ക് കമന്റ്സ് അയക്കുന്നുണ്ട്, മെസ്സേജുകൾ ചോദിച്ചിട്ട്. ഞാൻ സമയം എടുത്തിട്ടാണെങ്കിൽ ഞാൻ എല്ലാവരുടെ മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.